ഹലോ കൂട്ടുകാരെ, ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുമ്പോൾ നമ്മളുടെയൊക്കെ ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ലോസ് അല്ലെങ്കിൽ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി അത് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ കരിയറിലൊരു മുമ്പോട്ടൊരു ഗ്രോത്ത് വരാതിരിക്കുക, ഇങ്ങനത്തെ ബ്ലോക്കേജസുകൾ എന്തുകൊണ്ടാണ് വരുന്നതെന്നും അതിനുള്ള സൊല്യൂഷൻ, അതിനെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ ന്യൂ മൂൺ ആണ് നാളെ. അതിൻ്റെ ഒരു എനർജി അപ്ഡേറ്റ് ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കാരണം ന്യൂ മൂൺ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഫുൾ മൂൺ വരുമ്പോഴത്തേക്ക് കുറേ റിക്വസ്റ്റുകൾ വരാറുണ്ട് എനർജി അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ്. അത് ഡിവൈൻലി ചാനൽഡ് ആണെങ്കിൽ മാത്രമേ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും ന്യൂ മൂണിനും ഫുൾ മൂണിനും എനർജി അപ്ഡേറ്റ്സ് ഇടാതിരിക്കുന്നത്. അത് ആ ഒരു ചാനലിങ്, അതായത് ആ ഒരു എനർജി അപ്ഡേറ്റ് ഇടണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ അത് അപ്ഡേറ്റ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അഗെയിൻ സഡൻലി ഇപ്പോൾ മനസ്സിലേക്ക് വന്ന് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടണമെന്ന് തോന്നിയത് കൊണ്ടാണ് പെട്ടെന്ന് റെക്കോർഡ് ചെയ്ത് ഇടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ട്വിൻ ഫ്ലെയിംസ് മാത്രമല്ല, സ്പിരിച്വൽ അവേക്കനിങ്ങിലുള്ള ഏതൊരു സോളിനും ഇത് ഈ ഒരു ബ്ലോക്കേജസിനെ കുറിച്ചുള്ള പോയിൻറ്റ്സ് യൂസ്ഫുൾ ആയിരിക്കും. ആദ്യം സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സാക്ട്ലി പറയുമ്പോൾ, നമ്മളുടെ സോളിലേക്ക് അലൈൻ ആവുന്ന കാര്യം. സോളിലേക്ക് എങ്ങനെയാണ് നമ്മൾ അലൈൻ ആവുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ സോളിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, അല്ലെങ്കിൽ സോൾ പറയുന്നത് എങ്ങനെ കേൾക്കാൻ പറ്റുമെന്നുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളുടെ മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ അതുവരെ ക്രിയേറ്റ് വെച്ചിരിക്കുന്ന എല്ലാ ബാരിയേഴ്സിനെയും എല്ലാ അതിർവരമ്പുകളെയും നമ്മൾ പാറ്റേൺസ് ആയിട്ട് ക്ലെൻസ് ചെയ്തുകൊണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ജേർണിയാണ് സ്പിരിച്വൽ ജേർണി എന്ന് പറയുന്നത്. അതിപ്പം സോൾ ജേർണീസ് ആയിക്കോട്ടെ, ട്വിൻ ഫ്ലെയിം ജേർണീസ് ആയിക്കോട്ടെ. അപ്പോൾ നമ്മളുടെ മൈൻഡും കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത അതിർവരമ്പുകളെന്ന് പറയുന്നത് ആദ്യം നമ്മളുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള എനർജിയിൽ റിഫ്ലക്റ്റ് ആവും. അത് ഫിയർ ബേസ്ഡ് എനർജി ആയിട്ട്, ഇൻസെക്യൂരിറ്റീസ് ആയിട്ടൊക്കെയും. ഔട്ടർ റിയാലിറ്റിയിൽ വരുമ്പോൾ ഇതേ ഫിയറിനെ നമുക്ക് മറ്റുള്ളവർ ത്രൂ, അവരുടെ എനർജി ത്രൂ നമ്മളിലേക്ക് മിറർ ബാക്ക് ചെയ്ത് യൂണിവേഴ്സ് കാണിക്കും. ഇതിനെയാണ് ശരിക്കും നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഫിനാൻഷ്യൽ ലോസസ് ബേസിക്കലി വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ, ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്പിരിച്വൽ ജേർണിയിൽ നിന്ന് നമ്മളുടെ സോളിലേക്ക് അലൈൻഡ് ആവണമെങ്കിൽ നമ്മളുടെ ഈഗോനെ ടോട്ടലി ഷാറ്റർ ചെയ്യാനുള്ള ഒരു ജേർണിയും കൂടെയാണ്. ഈഗോ എന്ന് പറയുന്നത് മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ആയിരിക്കാം. അതിൽ ഒത്തിരി കാര്യങ്ങൾ വരും. നമ്മളുടെ ചിന്താഗതിയിൽ ഈഗോ ബേസ്ഡ് ആയിട്ട് നമ്മൾ അതുവരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു അൺഅവേക്കൻഡ് ആയിട്ടുള്ള സോളിൻ്റെ കാര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ അതൊരു ഈഗോ തന്നെയാണ്, ഒരു പ്രൈഡ് തന്നെയാണ്. അതായത് എനിക്ക് ജോലി ഉണ്ടെന്ന് പറയുന്നത്, എൻ്റെ കരിയർ ഇത്രത്തോളം ഞാൻ സ്റ്റേബിൾ ആണെന്ന് പറയുന്നത്, എൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഇത്രയും സ്റ്റേബിൾ ആണെന്ന് ഞാൻ പറയുമ്പോൾ അത് അബൻഡൻസ് അല്ല എങ്കിൽ അത്രയൊരു ഗ്രേറ്റ്ഫുൾനെസ്സിൽ, യൂണിവേഴ്സിനോടൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഓറിയൻറ്റഡ് അല്ല ഞാനെങ്കിൽ അത് പിന്നെ അവിടെ ഈഗോ ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റായി. ഇവിടെ ഈ ഒരു ഈഗോനെ ഷാറ്റർ ചെയ്യാനായിട്ടാണ് യൂണിവേഴ്സ് ആദ്യം തന്നെ അവിടെ ബ്ലോക്കേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്ത പോയിന്റിൽ സോൾ അവേക്കനിങ് ജേർണി അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ് ജേർണി എന്ന് പറയുന്നത് നമ്മളുടെ ട്രൂത്തിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ജേർണിയാണ്, അല്ലേ? ഈ ട്രൂത്തിനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളിൽ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പക്ഷേ നമ്മളുടെ ഒരു ട്രൂത്ത്ഫുൾനെസ്സിലേക്ക് അലൈൻഡ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലായിരിക്കും. പക്ഷേ നമ്മളെപ്പോഴും അതിലേക്ക് സ്റ്റിക്ക് ഓൺ ആവുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഫിയേഴ്സ് ആയിരിക്കാം, ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ജോലി എനിക്ക് ഇഷ്ടപ്പെട്ടല്ല ഞാൻ ചെയ്യുന്നത്, എങ്കിലും എനിക്ക് ആ വരുന്ന ഇൻകത്തിൽ നിന്നും എൻ്റെ ഫാമിലി കഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ ഇത്ര കാര്യങ്ങൾ ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ എനിക്ക് ഇത്ര ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മളവിടെ നിൽക്കുമ്പോൾ, സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുന്ന ഒരാൾ ബേസിക് ആയിട്ടുള്ള ഒരു നെസസിറ്റിയിലേക്കല്ലായിരിക്കണം നോക്കേണ്ടതെന്നും കൂടെ യൂണിവേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു അബണ്ടൻസ് മൈൻഡ് സെറ്റിലേക്കായിരിക്കണം നമ്മൾ വരുന്നത്. അതിൻ്റെ മീനിങ്
ആ ഉള്ള ജോലീനെ അപ്പോൾ തന്നെ വിട്ടിട്ട് ഞാൻ സ്പിരിച്വലി ഒരു അവേക്കനിങ് ജേർണിയിലാണെന്ന് പറയുക എന്നുള്ളതല്ല. അവിടെ നമ്മൾ ഇന്നർ എനർജിയിലാണ് നമ്മൾ ആക്ഷൻ എടുക്കുന്നത്. ഇവിടെ മനസ്സിലാക്കുക, ജോലി പെട്ടെന്ന് ഇന്ന് പോയി റിസൈൻ ചെയ്യണമെന്നല്ല യൂണിവേഴ്സ് പഠിപ്പിക്കുന്നത്. അവിടെ നമ്മളുടെ ആ ഒരു ഫിയേഴ്സിനെ, ഇൻസെക്യൂരിറ്റീസിനെ ഒക്കെ ലെറ്റ് ഗോ ചെയ്തിട്ട് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന മാർഗ്ഗത്തിലൂടെ ഞാൻ പോകാമെന്നുള്ള ഒരു സറണ്ടർ സ്റ്റേജിലേക്ക് വരുമ്പോൾ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് അവിടുന്ന് ആ ഒരു ജോലി പോകുക, അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ പ്രശ്നങ്ങൾ വരാം. അത് കഴിഞ്ഞ് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം നമ്മളുടെ ലൈഫിലേക്ക് വരും. പക്ഷേ ഈ ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യം ലൈഫിലേക്ക് വരണമെങ്കിൽ അവിടെ പിന്നെ ഒരു സ്പേസ് ഉണ്ട്. എന്താണ് ആ സ്പേസ്? നമ്മളുടെ അതുവരെയുള്ള ഒരു തിങ്കിങ് പാറ്റേണിനെ നമുക്ക് ബ്രേക്ക് ചെയ്യണം, ബ്ലോക്കേജസിനെ ഹീൽ ചെയ്യണം. ഈ ഒരു സ്പേസ് ആയിരിക്കും നമ്മളുടെ ഹീലിംഗ് സ്പേസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഈ സ്പേസിൽ നമ്മളുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയുള്ള നമ്മളുടെ പിന്നെയും പേടിയുണ്ട്, ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് എങ്കിൽ അവിടെ പിന്നെ അതൊരു ബ്ലോക്കായിട്ടായിരിക്കും നമ്മളുടെ സ്പിരിച്വൽ ജേർണിയിൽ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. അടുത്തായിട്ട് ഈ ട്രൂത്തിനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ സ്പിരിച്വൽ ജേർണിയിൽ വരുമ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിലും നമ്മൾ ഡൂയിങ് എന്ന കോൺസെപ്റ്റിൽ നിന്നും ബീയിങ് എന്ന കോൺസെപ്റ്റിലേക്ക് വരികയാണ്. അതായത് നമ്മളതുവരെ മറ്റുള്ളവർക്ക് വേണ്ടിയോ നമുക്ക് വേണ്ടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, അലൈൻഡ് ആയിട്ടല്ലായിരുന്നു കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ ഏറ്റവും കൂടുതൽ നമ്മളെ പാഠങ്ങൾ, അതായത് ലെസൺസ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ബീയിങ്ങിൽ ഇരുന്നു കൊണ്ട് ആ ഒരു എനർജീനെ ഫ്ലോ ആക്കാനായിട്ടാണ്. അതിൻ്റെ മീനിങ് നമ്മൾ ഇന്നിപ്പോൾ എഴുന്നേറ്റും മെഡിറ്റേഷൻസൊക്കെ ചെയ്തു 3D വേൾഡിൽ ജോലിയൊന്നും ചെയ്യുന്നില്ല, എല്ലാം ദൈവം കൊണ്ടുതരുമെന്ന് പറഞ്ഞ് ഇരിക്കുക എന്നുള്ളതല്ല. കർമ്മം ചെയ്യുക എന്നുള്ളതും ഇതിൽ ഉൾപ്പെടുന്നതാണ്. പക്ഷേ ആ കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ടു ദ ഫ്ലോ ആണ്. ആ ഒരു എനർജിയിലേക്ക് നമ്മൾ ഫ്ലോ ആവുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ, എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയാം ഞാനിവിടെ. അവേക്കനിങ്ങിൽ വരുന്നതിന് മുമ്പ് ഞാനും വർക്കിംഗ് ആയിരുന്നു. എൻ്റെ ഒരു 18 വയസ്സ് തൊട്ട് വർക്ക് ചെയ്തുകൊണ്ട് വരുന്ന ഒരാളാണ് ഞാൻ. അതായത് അണ്ടർ ഗ്രാജുവേറ്റ് ആയിരുന്ന സമയം തൊട്ട് വർക്ക് ചെയ്തുകൊണ്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും ഞാൻ അതായത് ഒരു ലീവ് എടുക്കാറില്ലായിരുന്നു. എവിടെ വർക്ക് ചെയ്താലും പല ഓർഗനൈസേഷൻസിലും എൻ്റെ പേരെപ്പോഴും നല്ലതാണ്, അല്ലെങ്കിൽ ആ ഒരു ബെസ്റ്റ് എംപ്ലോയിൻ്റെ അവാർഡ് എനിക്ക് തന്നെ വരണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ആ ഒരു ഇമേജിനെ നിലനിർത്താനായിട്ട് കഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ഞാൻ. എൻ്റെ ഒത്തിരി എഫേർട്ട് ഇടുമായിരുന്നു എൻ്റെ ജോലിയിൽ. അപ്പോഴൊക്കെ എന്താണ്, മറ്റുള്ളവർ ആ ഒരു അപ്രീസിയേഷൻ എനിക്ക് തരുമ്പോൾ, ആ ഒരു ഓക്കെ ഇത്ര ലീവ്സ് എടുത്തിട്ടില്ല ഈ വർഷം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് അതൊരു ഹാപ്പിനെസ് ആണ് എൻ്റെ ഒരു കാര്യത്തിൽ എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഇങ്ങനെ ഈ ലീവ്സ് എടുക്കാതെ ഈ ഇമേജിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പം ആ ഒരു വെളിയിൽ നിന്നുള്ള ഒരു അപ്രീസിയേഷനെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുമ്പം എന്നെ തന്നെ ഞാൻ പലപ്പോഴും സപ്രസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും ഹെവി ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. എനിക്ക് വയ്യാഴിക വരുമായിരുന്നു. വീട്ടിൽ പല സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് ഞാൻ വർക്കിന് പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ എന്തായി, പലപ്പോഴും മിക്കപ്പോഴും ഞാൻ എന്നെ നോക്കിയിട്ടില്ല. അവിടെ ഒരു ഡൂയിങ് എനർജിയിലായിരുന്നു ഞാൻ. വെറാസ് അവേക്കനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, ഇതിനേക്കാളും ബിയോണ്ടായിട്ട് നമ്മൾ ആ ഒരു ഫ്ലോയിലേക്ക്, ആ ഒരു എനർജീനെ നമ്മളിലൂടെ ഫ്ലോ ചെയ്യിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇന്നിപ്പം വർക്കിന് പോകണം എന്ന് തോന്നിയാൽ മാത്രം, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം എന്ന് തോന്നിയാൽ മാത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും അങ്ങനെ പല കാര്യങ്ങളും ഡിലേ ചെയ്യുമെന്നല്ല അതിൻ്റെ മീനിങ്. ഇപ്പോൾ ഒരാഴ്ച 10 ദിവസം നമ്മൾ വർക്ക് ചെയ്തു, എക്സാമ്പിൾ. അത് കഴിഞ്ഞ് 11ാമത്തെ ദിവസം നമ്മളുടെ ബോഡി റെസ്റ്റ് ചോദിക്കുകയാണ്, നമുക്കൊന്ന് ഹോൾഡ് ബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ വീഡിയോസൊക്കെ ഇടുമ്പോഴും പലരും ചോദിക്കാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്തുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തതെന്ന്. ഇതൊക്കെ നമ്മളുടെ എനർജി ഫ്ലോ ആയി, എനർജീൻ്റെ ഫ്ലോയിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് അവിടെ മാത്രമേ നമ്മൾക്കൊരു ബീയിങ്ങിൻ്റെ എനർജിയിൽ വരാൻ പറ്റത്തുള്ളൂ. മറ്റേത് ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളായിരിക്കും. അതിപ്പം വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ വെളിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളായിക്കോട്ടെ, നമ്മളുടെ ഒരു സ്പിരിച്വൽ ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഒക്കെയും അത്രയും ഒരു
ഒരു പോസിറ്റീവ് എനർജിയിൽ നിന്നുകൊണ്ട് ആ എനർജി നമ്മളിലൂടെ ഫ്ലോ ആവാനാണ് നമ്മൾ സമ്മതിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും കൺസിസ്റ്റൻസി, ഒരു സ്ഥിരത്വം വരാറുള്ളൂ. അപ്പോൾ പലപ്പോഴും പാറ്റേൺസ് ബ്രേക്ക് ചെയ്യാനാണ് ഈ ഒരു ജേർണിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് ഈ പാറ്റേൺസ് ശരിക്കും? ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഞാൻ എപ്പോഴും മറ്റുള്ളവരിലൂടെ അപ്രീസിയേഷൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന വർക്കിനെ ഞാൻ എനിക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരു പാറ്റേൺ ബ്രേക്കായി. അതായത് ആ ഒരു വർക്ക് കൾച്ചറിൽ എൻ്റെ ലൈഫിൽ പാറ്റേണിനെ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ പല കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുമ്പോൾ നമ്മളൊക്കെയും വർക്ക് ചെയ്യുന്നത് എനർജി റിലേറ്റഡ് ആയിട്ടായിരിക്കും. അതായത് മെഡിറ്റേഷൻസ് ചെയ്യുമായിരിക്കും, പലതരത്തിലുള്ള സ്പിരിച്വൽ ടൂൾസ് ഉപയോഗിച്ച് നമ്മളെ ഹീലാക്കാനായിട്ട് നോക്കും. മെഡിറ്റേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ റേക്കി ഹീലിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് എന്ന് പറയാം, അല്ലെങ്കിൽ സെൽഫ് ലവ് എന്ന് പറയാം. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഇതൊക്കെയും എനർജി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കാണ്. അപ്പോൾ ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളുടെ ബോഡിയിലുള്ള എനർജി ഈ ഒരു വർക്കിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. അതായത് അതൊരു ഹയർ വൈബ്രേഷണൽ എനർജീനെ നമ്മുടെ ബോഡിയിലേക്ക്, നമുക്ക് ബോഡിയുടെ ആ ഒരു വൈബ്രേഷനിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് കൂടുതൽ റെസ്റ്റ് എടുക്കണമെന്ന് തോന്നുന്നത്, കൂടുതൽ ഉറക്കം വരുന്നത്. ഒക്കെയും പല പാറ്റേൺസിലും നമ്മൾ പലപ്പോഴും ഡൗട്ട്സ് ആയിട്ടൊക്കെ ഈ ചോദ്യം വരാറുണ്ട്, എന്തുകൊണ്ടാണ് ഉറക്കം ഒത്തിരി വരുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ സ്പിരിച്വലി വർക്ക് ചെയ്യുന്നതും സോൾ ലെവലിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെ കൺസിഡർ ചെയ്യാണ്ട് എഗെയിൻ 3D റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴും പിന്നെ അത് ഡൂയിങ് ആയി ബീയിങ് ആവുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഈ ഒരു മൊമെൻറ്റിൽ എന്താണോ ചെയ്യാൻ തോന്നുന്നത് അങ്ങനെ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മളുടെ ട്രൂത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ, നമ്മുടെ പാറ്റേൺസിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പാറ്റേൺസ് എന്ന് പറയുമ്പം പലരും ആലോചിക്കും വലിയ വലിയ കാര്യങ്ങളാണ് എന്നുള്ളത്. നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ ആയിരിക്കും നമ്മൾക്ക് ബ്രേക്ക് ചെയ്യുന്നത്. ഇതിനും ഒരു ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ തന്നെ എക്സ്പീരിയൻസ് ആണ്. ഒരു 2-3 വർഷം മുമ്പ് ഞാൻ ഓഫീസ് തുടങ്ങിയപ്പോൾ എനിക്ക് എനർജിയുടെ പ്രശ്നം. ആദ്യമൊക്കെ ഞാൻ വളരെ ഫോഴ്സ്ഫുള്ളി ഓഫീസിൽ പോകാനായിട്ട് തുടങ്ങിയിരുന്നു. അതായത് ആ ഒരു ടൈം മാനേജ്മെൻറ്റിൽ അറ്റ്ലീസ്റ്റ് ഉച്ച കഴിഞ്ഞ് 3-3:30 വരെയൊക്കെ ഇരുന്ന് കാര്യങ്ങൾ നോക്കിയിട്ട് പിന്നെയും തിരിച്ചു വരുമായിരുന്നു. പക്ഷെ ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആവാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഒരു 3 മാസം ഞാൻ ഫോഴ്സ്ഫുള്ളി കാര്യങ്ങൾ ചെയ്ത ആ സമയത്ത് മുമ്പോട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ എനർജി ഒത്തിരി ഡ്രെയിൻ ആവുന്നുണ്ട്. കാരണം ഏർലി മോർണിംഗ് ഇത്രയും വർക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ ആ ഒരു എനർജീനെ കൊണ്ടുപോയി ഡ്രെയിൻ ആക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് കുറച്ചൊന്ന് പോകുന്ന ഒരാഴ്ചയിൽ 1-2 ദിവസമൊക്കെ ആയി. പതിയെ അത് വളരെ കുറഞ്ഞു. ആഴ്ചയിൽ ഒരു ദിവസം പോലും ഞാൻ ഓഫീസിൽ പോകാതൊക്കെ ആവുന്ന ഒരു സ്റ്റേജിൽ നമുക്ക് ആ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ട് പർപ്പസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയും ഗൈഡൻസ് തരുന്ന കുറച്ച് ആൾക്കാർ കാണും അല്ലേ. അത് നമ്മളുടെ സോൾ പാത്തിൽ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു യൂണിവേഴ്സ് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളെന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിഷ ഈ ഇടയ്ക്ക് ഞാൻ അറിഞ്ഞു നിഷ ഓഫീസിൽ വരുന്നില്ല, അപ്പം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? വീട്ടിൽ ഇരുന്നാൽ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്താണ്, നിങ്ങൾ ഓഫീസിൽ വരണമെന്നൊക്കെ അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, കുഴപ്പമില്ല, നോക്കാം എന്ന് പറഞ്ഞ് അവിടെ ഞാൻ ഹെസിറ്റേറ്റ് ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും പോയില്ല. ജസ്റ്റ് അവരോട് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പാതയിൽ തന്നെ, അതായത് ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ ഓഫീസിലെ കാര്യങ്ങൾ മാനേജ് ചെയ്തുകൊണ്ട് പോന്നു. 6 മാസം കഴിഞ്ഞപ്പം എഗെയിൻ ഇവർ തന്നെ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിഷയുടെ ഓഫീസിൽ, അതായത് ഇടയ്ക്ക് ഇതൊരു എക്സ്റ്റേണൽ നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓബിയസ്ലി പാസ് ഓൺ ആവും. സെയിൽസിനെ കുറിച്ചൊക്കെ നന്നായിട്ട് സെയിൽസ് നടക്കുന്നുണ്ടെന്നൊക്കെ കേട്ടു. നിഷ ഓഫീസിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കൊക്കെ പോകാറുള്ളൂ എന്ന് പറഞ്ഞപ്പം അവർ എന്നോട് ഒരു റിക്വസ്റ്റാണ് ചെയ്തത്, നിഷ എന്താണോ ചെയ്യുന്നത് എൻ്റെ ടീമിനും കൂടെ ഒന്ന് വന്ന് സംസാരിക്കുമോ എന്നുള്ള ഒരു റിക്വസ്റ്റ്. അതായത് ആ ഒരു സെയിൽസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എവിടെയാണെങ്കിലും അതിനെക്കുറിച്ചൊരു മീറ്റിംഗ് ഞാൻ എൻ്റെ ഇൻറ്റേർണൽ ടീമിൽ അറേഞ്ച് ചെയ്യാം, നിഷ ഒന്ന് വന്ന് സംസാരിക്കുമോ എന്നാണ് അവർ ചോദിച്ചത്. സോ ഇവിടെ ഈ കാര്യം ഞാൻ എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റൊരാൾക്കും കൂടെ അറിഞ്ഞോ അറിയാതെ അത് അവരിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറിയ കാര്യങ്ങൾ പാറ്റേൺ വൈസായിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് പോകുമ്പോൾ
നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു കൺസിസ്റ്റൻസി, ആ ഒരു എനർജിയുടെ കൺസിസ്റ്റൻസിയിലേക്ക് വരേണ്ടത്. ആൻഡ് എഗെയിൻ ഇവിടെ പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു സ്പിരിച്വൽ അവേക്കനിങ്ങിലാണ്, നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മൊമെൻറ്റിൽ എന്താണ് നടക്കുന്നത് ഫിനാൻഷ്യലി എന്നുള്ളത് ഡസൻ മാറ്റർ. കാരണം നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ, അതായത് ഹീലിംഗ് പ്രോസസ്സിലേക്ക് നിങ്ങൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൊണ്ടുതരും. അത് നിങ്ങൾ എത്ര അൺഹീൽഡ് ആണെങ്കിലും എത്ര പ്രശ്നങ്ങളിലാണെങ്കിലും. ആൻഡ് പതിയെ പോകുമ്പോൾ നമ്മളൊക്കെ 3Dയിൽ ലൂസായ പല കാര്യങ്ങളും അതിനേക്കാളും 10 ഇരട്ടി അബണ്ടൻസ് ആയിരിക്കും യൂണിവേഴ്സ് നമുക്ക് ഹീൽഡ് വേർഷനിൽ കൊണ്ടുതരുന്നത്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഒരു സോൾ പർപ്പസും കൂടിയുണ്ട് 3D ലൈഫിൽ. സോ ഈ സോൾ പർപ്പസ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണൽ എനർജി ഹീലായി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഈഗോ ഇല്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഒരു ബ്ലോക്ക് നമുക്ക് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. സ്റ്റിൽ ആ ഒരു സർവൈവൽ മോഡിലാണ് നമ്മൾ ആലോചിക്കുന്നത്. അതായത് റൂട്ട് ചക്ര നമ്മളുടെ ബാലൻസ്ഡ് അല്ല എങ്കിൽ ഉള്ള ജോലിയിൽ എങ്ങനെയും കടിച്ചു പിടിച്ച് നിൽക്കാം, അല്ലെങ്കിൽ ഉള്ള ഫിനാൻസസിനെ ഉള്ള ബിസിനസ്സിനെ എങ്ങനെയും മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് നമ്മൾ ആലോചിക്കുമ്പം സഡൻലി ഒരു ദിവസം യൂണിവേഴ്സായിട്ട് അവിടെ വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു ആക്ഷൻ എടുത്തിട്ട് നമുക്ക് അവിടുന്ന് മാറേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു പെയിൻഫുള്ളായിട്ടുള്ള പല കാര്യങ്ങളും വരുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സറണ്ടർ ആവുക, ഇൻറ്റേർണൽ എനർജിയിൽ അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കാതിരിക്കുക. അതായത് സർവൈവൽ മോഡിൽ ആലോചിക്കാതിരിക്കുക, ഈ ജോലി ഉണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയല്ല, യൂണിവേഴ്സ് എന്താണോ തരുന്നത് അതിലൂടെ ഞാൻ മുമ്പോട്ട് പോകും. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരിക. ആ ഒരു പാറ്റേണിനെ, ആ ഒരു തിങ്കിങ് പാറ്റേണിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നതിലൂടെ ആ ഒരു എനർജീനെ യൂണിവേഴ്സായിട്ട് 3Dയിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ, ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ആദ്യത്തെ പോയിൻ്റ് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, എപ്പോഴും ഈ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ആണോ നടക്കുന്നത് അത് നമ്മളുടെ ഹയസ്റ്റ് ഗുഡിനാണെന്ന് എപ്പോഴും വിശ്വസിക്കുക. ദോ അത് ഇപ്പോൾ ഒരു പെയിൻഫുൾ പ്രോസസ്സിലൂടെ ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്, പക്ഷേ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിനേക്കാളും ബെറ്ററായിട്ടുള്ള ഒരു കാര്യം യൂണിവേഴ്സായിട്ട് നമ്മളുടെ ലൈഫിൽ കൊണ്ടു തരണമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു എനർജീനെ ക്ലെൻസ് ചെയ്ത് കളയേണ്ടതുകൊണ്ടാണ് അവിടെ ഫോഴ്സ്ഫുള്ളി യൂണിവേഴ്സ് നമ്മളെ കൊണ്ട് ആക്ഷൻ എടുപ്പിച്ചതെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം, എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജിയിലിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ഹയർ വൈബ്രേഷൻ എനർജിയാണ്. പലപ്പോഴും നമ്മൾ ഹീലിംഗ് ചെയ്യുമ്പം ഷാഡോ സെൽഫൊക്കെ പുറത്ത് വരുമ്പം നമ്മൾക്ക് ആ ഒരു മൊമെൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും നമ്മൾ എപ്പോഴും ഒരു ഹയർ വൈബ്രേഷനിലിരിക്കും എന്നല്ല അതിൻ്റെ അർത്ഥം. പലപ്പോഴും നമ്മളൊരു ലോവർ എനർജിയിലേക്ക് വരാറുണ്ട്, നമ്മുടെ പാസ്റ്റ് ഹേർട്സ്, പാസ്റ്റ് വൂൺസ് ഒക്കെയും സർഫേസിൽ വരുമ്പോൾ. സോ ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, ഒരു ദിവസം അതിനെ ഹീൽ ചെയ്യുക. എഗെയിൻ ബാക്ക് ടു ദ ഗ്രാറ്റിറ്റ്യൂഡ് എനർജി. അതായത് നമുക്കുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എല്ലായ്പ്പോഴും താങ്ക്ഫുള്ളായിട്ട് ഇരിക്കുക. അടുത്തായിട്ട് ഇവിടെ പറഞ്ഞു തരാനുള്ളത്, ഒന്നിനെയും ചേസ് ചെയ്യരുത്. ബീയിങ് ഇൻ ടു ദ ജേർണി, അതേതൊരു ജേർണി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഉള്ളിലെ എനർജീനെ നിങ്ങൾ ഹീൽ ചെയ്യുമ്പം നമ്മളൊക്കെയും മാഗ്നറ്റൈസ് ചെയ്യാനായിട്ട് കഴിവുള്ളവരാണ്. അതായത് ഈ ജോലി എന്താവും, ഈ ബിസിനസ് എന്താവും, ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുള്ളായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളുടെ പവർ, അതായത് ആ ഒരു ശക്തീൻ്റെ എനർജി എന്ന് പറയുന്നത് ഫെമിനൈൻ എനർജീസ് ആണെങ്കിൽ അതിനെ നമ്മൾ വെളിയിലേക്ക് ട്രാൻസ്മ്യൂട്ട് ചെയ്യുകയാണ് ഒരു ലോവർ വൈബ്രേഷണൽ എനർജിയിലേക്ക്. സോ അതിനെ ട്രസ്റ്റ് ചെയ്യുക, സറണ്ടർ ചെയ്യുക, എന്തായാലും എന്നെ നല്ലതിനായിരിക്കും എന്നുള്ള രീതിയിൽ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ട് നമ്മുടെ ഇന്നർ എനർജിയിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അടുത്തായിട്ട് ഇവിടെ പറഞ്ഞു തരാനുള്ളത്, നമ്മൾക്ക് ആ ഒരു ഗ്യാപ്പ് കിട്ടിയെന്ന് വെച്ചാൽ, അതായത് ഒരു ഹീലിങ്ങിലേക്ക് വരുമ്പോൾ, ഒരു ഐസൊലേഷനിൽ വരുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ നടക്കുന്നത്. അതായത് ഒരു ജോലിയുടെ പ്രശ്നമാവാം, ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് ഹീലിങ്ങിനായിട്ട് യൂണിവേഴ്സായിട്ട് അനുവദിച്ച് തന്നിരിക്കുന്ന ഒരു സമയമാണെന്ന് മനസ്സിലാക്കുക. കാരണം വൺസ് നിങ്ങൾ ഹീലായി കഴിയുമ്പം നിങ്ങൾക്ക് ഉള്ള ട്രൂത്തിലേക്ക്, നിങ്ങൾക്കുള്ള പർപ്പസിലേക്ക് യൂണിവേഴ്സായിട്ട് നിങ്ങളെ നയിക്കും. അപ്പോൾ
അവിടെ ഏറ്റവും കൂടുതൽ സമയം അത് ആ ഒരു സമയമൊന്നല്ല, നമ്മൾ ഹീൽഡ് വേർഷനായി കഴിയുമ്പം നമ്മളുടെ സോൾ പർപ്പസും ലൈഫ് പർപ്പസും ഒക്കെ ചെയ്യുമ്പോഴും നമ്മളുടെ ബാക്ക് ബോണായിട്ട് നമ്മളുടെ ഈ ജേർണിയിൽ നിൽക്കേണ്ടത് നമ്മളുടെ സ്പിരിച്വൽ ഹീലിംഗ് തന്നെയാണ്. എന്നാണോ നമ്മൾ ഹീലിങ്ങിന് പ്രയോറിറ്റി കൊടുക്കാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്, അന്ന് പിന്നെയും നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു ലോവർ വൈബ്രേഷണൽ എനർജി, അതായത് ഒരു മാട്രിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് വരും. ഇവിടെ പിന്നെയും ഈ ഒരു എനർജി നമ്മളുടെ ട്രൂത്തിനെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾക്ക് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ ഹീലിങ്ങിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. സെൽഫ് എനർജിയിൽ, അതായത് നമ്മളുടെ ഇൻറ്റേർണലായിട്ടുള്ള ആ ഒരു എനർജീൻ്റെ ഒരു ഹയസ്റ്റ് പൊട്ടൻഷ്യലിൽ എത്താനുള്ള, എനർജറ്റിക്കലി പൊട്ടൻഷ്യാലിറ്റിയിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഔട്ടർ റിയാലിറ്റി എന്ന് പറയുന്നത് നാച്ചുറലി അത് ചേഞ്ചായി നമ്മളിലേക്ക് അലൈൻഡായി വരുമെന്നുള്ളതാണ് ഔട്ട് ഓഫ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഫിനാൻഷ്യൽ തിങ്സിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറഞ്ഞു തരാൻ തോന്നിയിരിക്കുന്നത്. വീഡിയോ ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ കോഡിപ്പെൻഡൻസി ആൻഡ് കൺട്രോളിങ് ഇഷ്യൂസ്, അത് ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിലും സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിലാണെങ്കിലും അതിനെ എങ്ങനെ ഹീൽ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ഒരു 3-day വർക്ക്ഷോപ്പ് സെപ്റ്റംബർ 11th, 12th, 13th സംഘടിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കമ്മ്യൂണിറ്റി പോസ്റ്ററായിട്ട് ഇടുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ക്യാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സോൾസ് അവർക്ക് ആ ഒരു തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ത്രൂ ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് റെക്കോർഡ് റീഡിങ്സിന്, ആകാശിക് റെക്കോർഡ് ഹീലിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്. ഓം നമഃ ശിവായ.